ഈ ട്രംപ് നമ്മളെ കൂടെ അങ്ങ് പേടിപ്പിക്കുകയാണ്. തീരുവ കൂട്ടും, 25, പിന്നെ 50, ഇപ്പൊ 500 ആക്കും, വേണമെങ്കിൽ നാളെ 1000 ആക്കും. ട്രംപ് ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യ മൗനത്തിലാണ്. മറുപടി പറയേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യക്കില്ല. എന്താ ഇന്ത്യയുടെ ഇത്രയും ധൈര്യപൂർവമായ മൗനത്തിന് പിന്നിൽ? മൗനമൊന്നുമല്ല, കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ചുമതല കൂടിയുണ്ട് നമ്മുടെ മഹാനടനായിട്ടുള്ള മെഗാസ്റ്റാർ ആയിട്ടുള്ള സുരേഷ് ഗോപിക്ക്. അറിയാമത്? കഴിഞ്ഞ ദിവസം ട്രംപിനെ നോക്കിയിട്ട് പുല്ലേ ചുട്ടുകളെയും എന്നൊരു വാക്യം പറഞ്ഞത് കേട്ടായിരുന്നോ? ഇല്ല, പറഞ്ഞു. നിന്റെ ചുങ്കം എത്ര വേണമെങ്കിൽ വെച്ച് കൂട്ടിക്കോ, ഇവിടെ ഒരു പുല്ലുമില്ലടാ പുല്ലേന്ന് പറഞ്ഞുകൊണ്ട്. അറിഞ്ഞോ അത്? അത് ശ്രദ്ധിക്കണം. ഈ ബലം, ഈ തൻ്റെ അങ്ങനെ വന്നു, ഈ ചങ്കൂറ്റം എങ്ങനെ വന്നെന്നറിയാവോ? ഇത് എത്ര കൂട്ടിയാലും റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നതിന്, ഇറാനിൽ നിന്ന് വാങ്ങിക്കുന്നതിന്, വെനിസ്വേലയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് എല്ലാം കൂട്ടി ഇയാൾ ഈ ആകാശഗോപുരം ഉയർത്തിയാലും ഒരൊറ്റ തട്ടിന് തട്ടി നമ്മൾ തരങ്ങളിടും. എന്താ സൂത്രമെന്ന് അറിയാവോ? ഇന്ത്യ എന്ന് പറയുന്നത് ചുമ്മാ ഒന്നുമല്ല. മോദി എന്ന് പറഞ്ഞ ആരാ മോയി? ഇയാൾ വാക്കുകളിൽ കൂടെ അല്ല, പ്രവർത്തികളിൽ കൂടെ കാണിച്ചു കൊടുക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇന്ത്യക്ക് എണ്ണപ്പാടം ഉണ്ടെന്ന്, അമേരിക്കയിൽ ഒഴിച്ച്. അമേരിക്ക ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോയല്ലോ ഭാര്യയും ഭർത്താവിനും കൂടെ കിടക്കറയിൽ നിന്ന് പിടിച്ചുകൊണ്ട്. എന്നിട്ട് പിന്നെ നൊബേൽ സമ്മാനവും വാങ്ങിച്ചു വെച്ചിരിക്കുകയല്ലേ. ആർക്കാണ്ട് കിട്ടിയ നൊബേൽ സമ്മാനം ഇങ്ങോട്ട് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിരിക്കുക. അങ്ങനെ വാങ്ങിച്ചു നൊബേൽ കമ്മിറ്റി പറഞ്ഞു ഇങ്ങേർക്ക് അത് വിഷയമല്ല, 2 ദിവസം കയ്യിലിരിക്കുന്ന അതിൻ്റെ ഒരു സുഖം അനുഭവിക്കാമെന്നും പറഞ്ഞ് ആ പാവപ്പെട്ട സ്ത്രീ അവിടെ കഷ്ടപ്പെട്ട് അവിടെ പ്രവർത്തനം നടത്തി വെനിസ്വേലയിൽ വാങ്ങിച്ച ആ സ്ത്രീ എന്നിട്ട് ഞാൻ ട്രംപിന് ഇത് കൊടുക്കുമെന്നും പറഞ്ഞ് അവർ കൊടുത്തു. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. എസ്റ്റീൻ ഫയൽസ് ഒക്കെ ഉള്ള ആളാണ് ഞാൻ. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പ്രേക്ഷകർ താങ്ങൂല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് ഇനി ഞാനൊരു കാര്യം പറയാം. വെനിസ്വേലയിലും നമുക്ക് എണ്ണപ്പാടമുണ്ട്. നമ്മൾ അവിടെ നിന്ന് പോയി പിന്നെ വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലായോ? അവിടെ എണ്ണപ്പാടമുണ്ട്. അവിടെ മാത്രമല്ല, അറിയാമോ, എണ്ണപ്പാടങ്ങളുടെ നാടായ ഗൾഫിൽ ഇന്ത്യക്ക് എണ്ണപ്പാടമുണ്ട്. എവിടെയാ? അബുദാബിയിൽ 2 എണ്ണപ്പാടങ്ങളാണ്. 2 എണ്ണപ്പാടം എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഒന്നൊരു കിണറും മറ്റേതൊരു റിസർവോയറുമാണ്. ഏക്കർ കണക്കിനാണല്ലോ അതിൻ്റെയൊക്കെ. ഈ ഭയങ്കര വിസ്തീർണത്തിലുള്ളതാണ്. അവിടുത്തെ ഈ എണ്ണക്കിണറും റിസർവോയറും ഇപ്പോൾ ഈ അടുത്ത മാസത്തോടെ എന്ന് പറഞ്ഞാൽ ഈ വർഷം തന്നെ അത് ഓപ്പറേറ്റീവ് ആവുക. നിങ്ങളെടുത്തോട്ട് വയ്ക്കുമെന്ന് അബുദാബി പറയുന്നത് കേട്ടോ. അത്ര സൗഹൃദ രാജ്യമാണ്. മനസ്സിലായോ? ഇവരെല്ലാം അമേരിക്കയെ മനസ്സിലാക്കി, ഇന്ത്യയെ മനസ്സിലാക്കി. ഇന്ത്യ ഈസ് ആൻ ഓണസ്റ്റ് കൺട്രി എന്നുള്ളത് അബുദാബിക്ക് ബോധ്യമായി. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് അവൻ ഈസ് അൺറിലയബിൾ, അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതും അബുദാബി മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രം മനസ്സിലായി. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇവനെ നമ്പാൻ പറ്റാത്ത രാജ്യമാണെന്ന്. അതിനാണ് ഗ്രീൻലാൻഡിൽ പടയോടുകൂടി അവിടെ പോയി കിടക്കുകയാണ്. ഈ രാജ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ട്രംപ് ചുങ്കവിട്ടിരിക്കുക. നമ്മുടെ വിഷയം അതല്ല, അങ്ങോട്ട് കയറിപ്പോയി അങ്ങോട്ടങ്ങ് പോകും. അതുകൊണ്ട് ഈ എണ്ണപ്പാടങ്ങളിപ്പോൾ അതിൻ്റെ ഫുൾ ഫ്ലഡ്ജ്ഡ് പ്രൊഡക്ഷനിലേക്ക് പോകാൻ പോവുകയാണ്. അതോടുകൂടി ഇന്ത്യയിൽ എണ്ണയുടെ വില കുറയാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക ഈ സംഗതിയൊക്കെ. ഇവനൊക്കെ ഇങ്ങനെ പെരുമാറുമെന്ന് കണ്ട ഒരേ ഒരു രാഷ്ട്രമേധാവിയേ ഉള്ളൂ. അതാണ് നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇരട്ടച്ചങ്ക്. മനസ്സിലായോ? ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവനിനി എന്ത് കുന്തം ചെയ്താലും നമുക്കൊരു കുന്തമില്ല. ഇത് കേട്ടോണം. അതായത് അബുദാബി എണ്ണ എന്ന് പറയുന്നത് ലോവർ ട്യൂക്യാം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അബുദാബി എണ്ണപ്പാടം ഇപ്പോൾ അടുത്ത മാസം ഓപ്പറേറ്റീവ് ആവുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി അല്ല, അദ്ദേഹത്തിൻ്റെ മൂത്ത മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്നതാണ് നമ്മുടെ പിന്നെ പെട്രോളിയം കാര്യാലയത്തിൻ്റെ മന്ത്രി. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്, ഔദ്യോഗികമായിട്ട് സമ്മതിച്ചത്. അതുപോലെ തന്നെ അബുദാബിയിൽ ഈ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ആരാ? സ്വകാര്യ കമ്പനി റിലയൻസ് ഒന്നും അല്ല, റിലയൻസ് അല്ല, അദാനിയല്ല. ആരാ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ വേറൊരെണ്ണം ഉണ്ടല്ലോ, ആ കോർപ്പറേഷൻ, എണ്ണയുടെ 2 കോർപ്പറേഷനും ചേർന്നിട്ട് എടുത്തിരിക്കുന്നതാണ്. അവർക്ക് 50-50 ഷെയറിൽ എടുത്തിരിക്കുന്നതാണ്. മനസ്സിലായി? ആ 2 എണ്ണം കൂടെ ചേർന്നാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊതുമേഖലയ്ക്കാണ് ഇതിൻ്റെ ലാഭം കിട്ടുന്നത്. അവരിങ്ങ് കൊണ്ടുവരും, റിഫൈൻ ചെയ്യാൻ ഇവിടെ സൗകര്യമുണ്ട്, ഇവിടെ കൊണ്ടുവരും, ഇവിടെ വിതരണം ചെയ്യും. അമേരിക്കയ്ക്ക് ചുങ്കമിടാൻ പറ്റുമോ? നമ്മുടെ പാടത്തുനിന്ന് നമ്മൾ എണ്ണ കൊയ്തെടുക്കുന്നതിന് ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇനി വേറൊന്നുള്ളത് വിയറ്റ്നാം.
അമേരിക്ക തോറ്റോടിയ രണ്ടാമത്തെ ഇപ്പം ഇറാനിൽ നിന്ന് പണ്ട് തോറ്റോടി, ഇപ്പോഴും തോറ്റോടി. അതുപോലെ അമേരിക്ക തോറ്റോടിയ രാജ്യമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 പാടങ്ങൾ ഇന്ത്യക്കായിട്ട് അവർ സമർപ്പിച്ചിരിക്കുകയാണ്. അത് കിടക്കുന്നത് എവിടെ നിന്നറിയാമോ? സൗത്ത് ചൈന സീയുടെ സമീപം. എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പെട്രോളിയം കുഴിച്ചെടുക്കുക എന്നുള്ള മട്ടിൽ അങ്ങോട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കും. സത്യമാണ്. ഇതാണ് മോദി. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ മോദി എന്ന് പറയുന്നതേ വെറും ഒരു നത്തോലിയൊന്നും അല്ല. രാഹുൽ ഗാന്ധി അത് മനസ്സിലാക്കാൻ മറന്നുപോയി. ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയുണ്ട് പലയിടത്തും. പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ മിക്കവാറും എണ്ണ കിട്ടുന്നിടത്തെല്ലാം ഉണ്ട്. സുഡാനിലുണ്ട്. അതാണ് ഇപ്പോൾ വിദേശ സന്ദർശനം നടത്തുന്നത്. വെറുതെ നമ്മൾ വിചാരിക്കുന്നത് എന്തിനാണ് ഈ അവിടോട്ട് പോകുന്നത്? 5 പൈസയുടെ വരുമാനമില്ലാത്ത രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്തിനാണ്? അവിടെയൊക്കെ എണ്ണപ്പാടമുണ്ട്. അതുകൂടാതെ റെയർ എർത്ത് എന്ന് പറയുന്ന അപൂർവ ധാതുക്കളും ഉണ്ട്. ഇനി നാളെ ലോകം ഓടാൻ പോകുന്ന അതിൻ്റെ പുറത്താണ്, പെട്രോളിൻ്റെ പുറത്തല്ല. കാരണം അതിൽ നിന്ന് നമ്മൾ ഇന്ധനങ്ങൾ നിർമ്മിക്കും, ബാറ്ററികൾ നിർമ്മിക്കും. അതിൻ്റെ പുറത്താണ് ലോകത്തിൻ്റെ ചാലക ശക്തി ഇന്ധനമായിട്ട് അതാണ് വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് ബ്രസീലിലുണ്ട്. വെനിസുലയിൽ മാത്രമല്ല, വെനിസുല യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രസീലിൽ നിന്ന് കൊണ്ടുവരും. അവിടെ എണ്ണപ്പാടങ്ങളുണ്ട്. അതിൻ്റെ പേര് DMD4 എന്നാണ്. വിയറ്റ്നാമിൽ ബ്ലോക്ക് 6, 1, 128 എന്നീ പാടങ്ങളാണ് നമുക്ക് 2 പാടങ്ങളാണ് നമുക്കുള്ളത്. ഇതിൽ നിന്നൊക്കെ എത്ര ടൺ, എത്ര വീപ്പ പെട്രോളാണ് നമുക്ക് കിട്ടുന്നതെന്നറിയാം. ക്രൂഡായിട്ട് കിട്ടുന്നത് നമ്മളിവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ വെനിസുലയിൽ നമുക്ക് 40% ഷെയറേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചെടുക്കുന്നതിൻ്റെ 60% അവർക്ക് കൊടുക്കണം, 40% കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നമുക്കത് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായി? കുറച്ച് കിട്ടാനുമുണ്ട്. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ട് വെനിസുല നമുക്ക് കുറച്ച് അളവ് കുറച്ചിട്ടുണ്ട്. അതിൻ്റെ പൈസ കിട്ടാനുള്ള ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഇറാഖിലുണ്ട്. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത്, യുദ്ധം കൊണ്ട് കലുഷിതമായ ഇറാഖിൽ നമുക്കൊരു ഓയിൽ ഫീൽഡ്. അതിൻ്റെ പേര് ബദ്ര ഓയിൽ ഫീൽഡ് എന്നാണ്. ബദ്ര ഓയിൽ ഫീൽഡ്. ഇനി ഒമാനിലുണ്ട്, ഗൾഫിലേക്ക് തിരിച്ചു വന്നാൽ. അതിൻ്റെ പേര് മുഖാസിന എന്നാണ് അറബി ഭാഷയിലുള്ള പേര്. ഇനിയും സുഡാൻ, സൗത്ത് സുഡാൻ, 2 ഉണ്ടല്ലോ ഇപ്പോൾ. സുഡാൻ ഒന്നല്ലല്ലോ, 2ആയിട്ട് വിടും. കേരള കോൺഗ്രസ് പോലെ 2ആയിട്ട് വിടർന്നു. 2ഇടത്തും നമ്മൾ കൊണ്ടുവന്ന ഓയിൽ പാടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് GNPO ആൻഡ് ഗ്രേറ്റർ നൈൽ ഓയിൽ എന്നാണ്. നൈൽ നദി അതിൻ്റെ സൈഡിൽ കൂടെ ആണല്ലോ ഒഴുകുന്നത്. GNPO ആൻഡ് ഗ്രേറ്റർ നൈൽ ഓയിൽ. പിന്നെ മൊസാംബിക്കിലുണ്ട്. അതാണ് മൊസാംബിക്കിലേക്ക് കടസ്ഥാനം. എന്തൊരു രാഷ്ട്രപതിയൊക്കെ മൊസാംബിക്ക് പോകുന്നത്. വേറെ അമേരിക്കയിലും കാണാൻ പോയിക്കൂടെ എന്ന് വരുന്നത്. അത് ചാപ്പാട് ഇത് നമ്മുടെ അസീം മുനീറിനെ പോലെ ചാപ്പാട് അടിക്കാനല്ല പോകുന്നത്, എണ്ണ രാജ്യം നന്നാക്കാനാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ലിബിയയിലുണ്ട്. പിന്നെ നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഇതെല്ലാ രാജ്യങ്ങളും പറയാൻ പറ്റില്ല. കൊളംബോയിലുണ്ട്. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് കൊളംബോയിലൊക്കെ പോകുന്നത് വേറെ കാര്യത്തിനാണ്. ഇവിടെ നമ്മൾ പ്രധാനമന്ത്രി കൊളംബോയിൽ പോകുന്നുണ്ടെങ്കിൽ, മന്ത്രിമാർ കൊളംബോയിൽ പോകുന്നുണ്ടെങ്കിൽ അത് എണ്ണയുടെ കാര്യത്തിനാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ കസാഖിസ്ഥാനുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പം ഇതൊന്നും നമുക്ക് പിന്നെ ചബഹാർ, ഇപ്പോൾ ഇറാൻ പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ ചബഹാർ തുറമുഖമുണ്ട് ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള. ഇതൊന്നും ചിലപ്പോൾ ഒന്നും ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് വേസ് ഉണ്ട്. ഇന്ത്യയുടെ കപ്പൽ ആരും തടയാൻ പോകുന്നില്ല. തടഞ്ഞാൽ നേവി അകമ്പടി സേവിക്കും. ആകപ്പാടെയുള്ള ഭീഷണി ഹൂത്തികളിൽ നിന്നാണ്. ഇന്ത്യയുടെ നേവി അവരെ അകമ്പടി സേവിക്കും, രക്ഷിക്കും. ഹൂത്തികളെ തോൽപ്പിച്ചുകൊണ്ട് എണ്ണ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത്ര സുരക്ഷിതമാണ് ഇന്ത്യയുടെ സപ്ലൈ ചെയിൻ ഓഫ് പെട്രോൾ. വാഹനങ്ങൾ ഒരിക്കലും നമുക്ക് നിരത്തിൽ ഇറക്കാതിരിക്കേണ്ട അവസ്ഥ വരികയില്ല. അതുപോലെ സുഭദ്രമായിട്ട് പല രാജ്യങ്ങളുമായിട്ട്, ഇനി അറിയാൻ മേത്ത രാജ്യങ്ങളിൽ ഇനി ഉണ്ടോ എന്ന് അറിയത്തില്ല. അത്ര ഇനിയും വേറൊരു കാര്യം കൂടെ നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. കൊല്ലത്ത് നമ്മൾ മിക്കവാറും അടുത്ത വർഷത്തോട്ട് കൊല്ലത്ത് നിന്ന് പെട്രോൾ കുഴിച്ചെടുക്കും. അറിയാമല്ലോ, കൊല്ലത്തെ മണലിൻ്റെ പുറത്ത് അപൂർവ ധാതുക്കൾ അവിടെയുണ്ട്. ഇൽമനൈറ്റ്, മോണസൈറ്റ്, ടൈറ്റാനിയം, ഇതെല്ലാം അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നുമുണ്ട്. എവിടെ? കടൽ തീരത്തെ മണലിൽ, കരിമണലിൽ അതിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. ആ കുഴിച്ചെടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് കിണറിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പെട്രോളിൻ്റെ അംശം കണ്ടെത്തിയത്. കുടിക്കാൻ മണ്ണെണ്ണ കലർന്നത് പോലെ കിടന്ന് കുടിക്കാൻ പറ്റാത്ത വെള്ളമാണെന്ന് കണ്ട് അവിടെ ഖനനം നടത്തി. ഇപ്പോൾ അടുത്ത വർഷത്തോടു കൂടി അവിടെ നിന്ന് നമ്മൾ പെട്രോൾ കുഴിച്ചെടുക്കും. അതുകൂടാതെ നമുക്ക് ഗുജറാത്തിൽ അങ്കലേശ്വറിലുണ്ട്, അതുപോലെ തന്നെ മുംബൈ ഹൈയിലുണ്ട്. അതെല്ലാം കൂടെ കൂടി വന്നാലും 15% ഉള്ളൂ നമ്മുടെ സപ്ലൈ ചെയിനിൻ്റെ പെട്രോളായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് കിട്ടുന്നത്. ഇനി ഒരു 85% ഇറക്കുമതി ചെയ്യാനുള്ളതാണ് നമ്മുടെ ഈ ആസൂത്രണം എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം അവസാനമായിട്ട്. 1 മാസത്തിനകം അമേരിക്കയുമായിട്ടുള്ള സമഗ്ര കരാർ ഒപ്പിടും. അമേരിക്കയ്ക്ക് ആവശ്യം അത്. മനസ്സിലായി? അതിൻ്റെ അവസാനവട്ട ചർച്ചകളാണ് ഇപ്പോൾ ഫോണിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ അംബാസഡറെ അയച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്.
ഈ കരാർ പരമപ്രധാനമെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് നമുക്ക് പെട്രോൾ വാങ്ങിക്കാൻ തടസ്സം ഉണ്ടാവില്ല, ചുങ്കമെല്ലാം പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലായിരിക്കും അടി, നമ്മൾ സൗഹൃദത്തിലും പോകും. അങ്ങനെ ഒരു സാധ്യതയും കൂടെ ഉണ്ട്. എല്ലാ സാധ്യതകളും ഇന്ത്യക്ക് മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പറയാനുള്ളത്. ഇനിയും പിന്നെ നമുക്ക് ഇത് വേറൊരു കാര്യം കൂടെ പറയാം. ഈ പെട്രോളിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്ര അങ്കലാപ്പിലാവേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ പെട്രോൾ പതുക്കെ മാറ്റി എഥനോൾ അതിൽ ചേർത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സെമി കണ്ടക്ടേഴ്സ് ധാരാളമായിട്ട് വാങ്ങിക്കൊണ്ട് ബാറ്ററി ഓപ്പറേറ്റ് ആയിട്ടുള്ള EVMകളാണ് വരുന്നത്. അതുപോലെ ഹൈഡ്രജൻ ഫ്യുവൽ, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പെട്രോളിനെ നമ്മൾ അമിതമായിട്ട് ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. അത്യാവശ്യം നമ്മളിപ്പോൾ മണ്ണെണ്ണ ഉപയോഗിക്കാറില്ല, അതുപോലൊരു സാധനമായിട്ട് മാറും. 2047 ഇന്ത്യ വികസിത രാജ്യമായി മാറുന്നതോടുകൂടി അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ചുങ്കത്തിനെയൊന്നും നമ്മൾ വഹിക്കാതെ ഉണ്ടായിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ആ ചുങ്കക്കാരൻ അവിടെ ചുങ്കം ഇട്ടുകൊണ്ടിരുന്നോട്ടെ, നമ്മൾ പെട്രോൾ കുഴിച്ചെടുക്കും. അത് തന്നെയാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.